അമ്മ വരുവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഇപ്പം ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയി. ഞങ്ങളൊന്ന് പുറത്ത് നടക്കാൻ പോവാണ്. രാവിലെ തൊട്ട് ഇങ്ങനെ തണുപ്പ് പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ്, ഒരു സുഖമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ഇട്ടിട്ട് വരാമെന്ന്. സോ വീൽ ഗോ ടുഗദർ. നടക്കാൻ പോകുന്നതിന് മുന്നേ എനിക്കൊരു പാക്കേജ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം പോയിട്ട് അതെടുത്തിട്ട് വരാം. കഴിഞ്ഞ ദിവസവും ഒരു സെറ്റ് പാക്കേജ് വന്നായിരുന്നു. ഇത് വേറൊരു സെറ്റ്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്ന 2-3 ഡെപ്പി ഞാൻ മേടിച്ചായിരുന്നു. അതെടുക്കാനായിട്ടാണ് പോകുന്നത് ഇവിടുന്ന്. നിങ്ങളെ ഞാൻ ഒരു കാര്യം കാണിച്ചു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചല്ലേ ഈ വെണ്ടയ്ക്കൊക്കെ നട്ട്. നോക്കൂ, എൻ്റെ വെണ്ടയ്ക്കൊക്കെ കുറച്ച് ദിവസമായിട്ട് തണുപ്പായത് കാരണം ഞാൻ ഈ സൈഡിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക, ബാക്കിയുള്ള വെണ്ടയ്ക്കൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, എല്ലാ ഇലകളും പൊഴിഞ്ഞു. അപ്പോഴാണ് ഇതേണ്ട ഞാൻ കുറേ റെഡ് ചെറിയ ടൊമാറ്റോസ് ഇവിടെ കിടക്കുന്നുണ്ട് കുറേ. ഇതെല്ലാം പറിച്ചെടുക്കാം. കുരിയച്ചാ, ഒരു ബോക്സ് എടുത്തിട്ട് വാ. ഇത്ര ലോട്ട് ഓഫ് ടൊമാറ്റോസ്. കുച്ചു നോക്കടാ, നല്ല സൂപ്പർ ടൊമാറ്റോ ഉണ്ടായി കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട് ടൊമാറ്റോ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ്. അതെന്താ ത്രാഷ് ചെയ്യുന്ന? ഹോൾസ് വന്നോ? ഓക്കെ, അങ്ങനെ ഗ്രീൻ ഗുഡ് ആയിട്ടുള്ള പറിക്കും. അമ്മ ഇവിടെ മെയിനായിട്ടും ഇവിടെ ടൊമാറ്റോ പറിക്കുന്ന ആള് നമ്മുടെ കുച്ചിയാണ്, അല്ല കുച്ചി? കുച്ചിന് ഈ ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ പറിച്ചിട്ട് കഴിക്കാനും ഇഷ്ടമല്ല. എന്താ കുച്ചു കൊടുക്കുന്ന? കുച്ചു ബാക്കിയുള്ള വെണ്ടയ്ക്കയുടെ സീഡ്ലിങ്സ് അടുത്ത വർഷത്തിന് കുച്ചുവിന് നടാനുള്ള വിത്താണല്ലോ അത്. വെണ്ടയ്ക്ക ചെടിയോടെ പിഴുതെടുക്കല്ലേ. ഇതോടുകൂടി ഈ വർഷത്തെ വിളയെടുപ്പ് അവസാനിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ചെറിയ ടൊമാറ്റോസ് ഉണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണം കുച്ചു? അമ്മ ഗോലി. ഇനി കുറച്ചു നേരം നിങ്ങൾ എൻ്റെ ഒരു ഗാനം ആസ്വദിക്കൂ. മുറ്റത്ത് കൊണ്ടുപോവാ. No one is coming. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പോകും. അപ്പോൾ ഗൈസ്, സ്ലീപ്പ് ഓവർ ഒന്നും ഇല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്ലീപ്പ് ആദ്യമേ ഒരു ട്രെയിലി വോക്ക് ചെയ്യാൻ പോകും. ട്രെയിലി വോക്ക് ചെയ്യാൻ പോയിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ബംഗ്ലാ ബസാറിൽ പോയിട്ട് ചിക്കൻ മേടിക്കും. ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നടക്കാൻ പോയിട്ട് ഞാൻ ആ വഴിക്കങ്ങ് പോയി, വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നു, ചിക്കൻ മേടിച്ചിട്ട് വന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ഇപ്പം ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചു, നമ്മളെല്ലാവരും കഴിച്ചു, വയറ് നിറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളോട് അപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചോദിച്ചു. ചിക്കൻ ബിരിയാണി ലഞ്ചിന് കഴിക്കാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഓക്കെ, അപ്പം അതിനാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ. ഇപ്പം ചിക്കൻ ബിരിയാണി ഇതേണ്ട ഈ കുക്കർ വെച്ചാണ് ഞാൻ ദം ചെയ്തത്. ദം ചെയ്തിട്ട് വേണ്ട ഇവിടെ ഒരു കൊതിയനുണ്ട്, ചിക്കൻ ബിരിയാണി കൊതിയൻ. ഇവന് ഇതേ കണ്ടാ? യെസ്, കൊതിയല്ല കുച്ചു, ചിക്കൻ ബിരിയാണി. അപ്പൊ ഇത്രയും ചിക്കൻ ബിരിയാണി കാണും. ശരിക്കും നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ, അപ്പൊ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു ദിവസം അത് ഇരുന്നിട്ട് നാളെ കഴിക്കാൻ നേരം അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നാളെ കഴിക്കാൻ നേരം ഞാൻ നിങ്ങളെ കൂട്ടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ കറന്റ് മൊമെന്റിൽ ഞാൻ ഇതിവിടെ നിർത്തുവാണ്. നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, jingle bell jingle all the way. It's Sunday morning and we are going to church. It's very next day. ഇന്നലെ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ സൂപ്പറായിട്ട് കിടന്നു. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. പോയോ ജിംഗിൾ ബെൽ? ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. Oh, what fun is to ride on one horse open open sleigh. Yay! Jingle bell, jingle all the way. Christmas and a happy new year. We wish you a Merry Christmas. Do you remember, Kuchu? Last year Kuchu and Amma was singing, "We wish you a Merry Christmas."
I want to hear that song. നമുക്ക് പള്ളിയിൽ പോയിട്ട് Let me വന്നിട്ട് hear it. Let me hear the song. I want to hear it. Do you still have it in your phone? നോ അത് പോയി പഴയ ഫോണിലല്ല. വി ആർ ഗോയിങ് ടു ചർച്ച്. പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. പുറകിൽ എൻ്റെ ഒരു കൂമ്പാരൻ ഡ്രസ്സ് മടക്കാരിപ്പുണ്ട്. കുറെ പണികളുണ്ട് വന്നിട്ട്. കൊച്ചു മുടി ചെയ്യണ്ട, അമ്മയുടെ മുടി അല്ലേ തന്നെ അലമ്പായിട്ടിരിക്കും. ഐ വിൽ ജസ്റ്റ് പുട്ട് ദിസ് ക്ലിപ്പ്. വിട്ടു അമ്മയ്ക്ക് വേദന എടുക്കുന്നു. Coming? Yeah, dump all of it because Appa drank all of it. Is it coming? That's a normal day. Huh? We don't need any jacket. ഇന്ന് വലിയ തണുപ്പില്ല. This is കുച്ചൂസ് സൺഡേ സ്കൂൾ അല്ലേ കുച്ചു? This is കുച്ചൂസ് സൺഡേ സ്കൂൾ. Daddy. ഒരു പട്ടിയെ ഇവര് കാറി വെച്ചിട്ട് വീട്ടുകാർ പള്ളിയിൽ പോയി. പാവം പട്ടി. പോക്കായി. എന്റെ നോട്ടം കണ്ടോ? Now he's moving. No, he's a real dog, man. He's moving. He's moving. He's real. ശിവനക്കി. ഹായ് പറ ഉച്ചു. He's my dog now. ഉച്ചു പള്ളി എത്തി. പറയാം. It's a little cold. ഞാനിട്ട് കോളല്ലേ. No, it's very little. പള്ളിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. പട്ടി ഡോഗ് അതിന്റെ വീട്ടുകാരെ നോക്കി. സ്റ്റിൽ ദയർ. ബൈ പറ ഉച്ചു. ബൈ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ ഐ ഫീൽ സോ ഗുഡ്, സോ പോസിറ്റീവ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അറിയത്തില്ല, പക്ഷേ എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാനില്ല. ഒരു കുക്കർ നിറച്ചും ബിരിയാണി ഇരിപ്പുണ്ട് അല്ലേ കുച്ചി? ഹലോ ഗൈസ്, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഒത്തിരി പോസിറ്റിവിറ്റി ആയിട്ട് വന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അത്രയും പോസിറ്റിവിറ്റി ആയിട്ട് ഞാൻ വന്നിട്ട് എനിക്കിവിടെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി വെച്ചു. പിന്നെ എന്തായിരുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരുന്നു. കാര്യമായിട്ടൊന്നും ചെയ്തില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാനില്ല. ബിരിയാണി ഇരിപ്പുള്ള കാരണം കുക്കിംഗ് ഒന്നും ചെയ്യാനില്ല. സോ പിന്നെ മൊത്തത്തിൽ ഇന്ന് നല്ല തണുപ്പൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കുക. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോവുക. വീണ്ടും നടക്കാൻ പോകും. അല്ലെന്നുണ്ടെങ്കിലോ തണുപ്പ് പിടിച്ച് മടി പിടിച്ച് ഇവിടെ ഇരുന്ന് എസ്പെഷ്യലി കുച്ചു ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കും. അവനിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരും. സോ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നടക്കാൻ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബിരിയാണി കഴിക്കാൻ നേരം നിങ്ങളെ കൂട്ടാമെന്ന്. സോ ലെറ്റ് us go and eat some ബിരിയാണി. കം വിത്ത് മീ. കുച്ചുവിനും വിവനും ഉടനെ തന്നെ വേണ്ടത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാനത് കുറേ കശുവണ്ടിയും കുറേ മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് കുറേ നാളായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് വൺ ഓഫ് ദ ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത്. ഇത്തവണത്തെ ബിരിയാണി നല്ലതായിട്ട് വന്നു കേട്ടോ. നല്ല കുറേ ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാരണം ഒത്തിരി ക്വാണ്ടിറ്റി ഞാൻ കഴിക്കുന്നില്ല. ആദ്യമേ ഞാൻ ബിരിയാണി ഒന്ന് ചൂടാക്കട്ടെ. ഞാനൊന്ന് സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പം ബിരിയാണി ചൂടാക്കിയപ്പം ബിരിയാണിയുടെ മണം അടിച്ച് ബിരിയാണി കൊതിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ബിരിയാണിയും പപ്പടം, ഒരു പപ്പടം എടുക്കാം. പിന്നെ we also have salad. Now let me go and eat it. നിങ്ങൾ ഞാൻ ബിരിയാണി കാണിച്ച് കൊതിപ്പിക്കാമെന്നൊന്നും വിചാരിക്കല്ല, പക്ഷേ എന്തോ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ നമുക്കിനി ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ കുച്ചു, വിച്ച് വൺ യു വാണ്ട്? Quakertown State Park or Evansburg State Park or Newtown? Which one you want? You can pick. Quaker? Kuchu Quakertown ആണ് കുച്ചുന് പോകേണ്ടത്. കൂലങ്കർഷമായ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ക്വേക്കർ ടൗണിലുള്ള സ്റ്റേറ്റ് പാർക്കിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ നടക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുട്ടി ട്രെയിൽസ് ഒക്കെ കാണും. ട്രെയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്ന കുറ്റിക്കാട് പോലെ കുറച്ച് 2-3 ഏക്കറൊക്കെ ഉള്ള സ്ഥലങ്ങൾ. പിന്നെ കുറച്ചുകൂടെ അതിനേക്കാളും വലിയ സ്ഥലമാണ് ഈ സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുമ്പം
എന്താ പറയുക, കുറേ ഏക്കറുകളുള്ള സംഭവമായിരിക്കും. പിന്നെ അതിനേക്കാൾ ഏക്കറുകൾ വരുന്നതാണ് നാഷണൽ പാർക്സ്. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീടിനടുത്തുള്ള കുട്ടി ട്രെയിൽസിലൊക്കെ നടക്കാൻ പോകും. ഈ പറഞ്ഞ കുട്ടിക്കാടുകൾ, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നടക്കാൻ പോകും. പിന്നെ വീക്കെൻഡ്സിൽ നമ്മളിങ്ങനെ സ്റ്റേറ്റ് പാർക്കിൽ പോകും. പിന്നെ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? നാഷണൽ പാർക്കിൽ പോകും. അപ്പോൾ ഈ നാഷണൽ പാർക്സിലായിരിക്കും മെയിൻലി ഇവിടുത്തെ ഭയങ്കര സൈറ്റ് സീയിങ്ങും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ ലോക പ്രശസ്തമായിട്ടുള്ള നമ്മുടെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, പിന്നെന്താ ഞങ്ങൾ ഇന്നാൾ പോയ അരിസോണയിലുള്ള നാഷണൽ പാർക്ക് ആയിരുന്നു ചോദിച്ചു. വാട്ട് വാസ് ദാറ്റ്? ഗ്രാൻഡ് കാനിയോൺ ഇങ്ങനെയുള്ള ഗ്രാൻഡ് കാനിയൻ. എൻ്റെ കുറേ പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയല്ല, കുച്ചുവാണ് എന്നെ എല്ലാം കറക്റ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ ഭയങ്കര ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നത് നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഏതാ സ്ഥലം കുച്ചു? ക്വേക്കർ ടൗണിലുള്ള സ്റ്റേറ്റ് പാർക്കിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് തൊപ്പിയൊക്കെ വെക്കാം. ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷേ ഈ കാടിനകത്ത് കയറുമ്പോൾ ചിലപ്പം തണുപ്പ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം തൊപ്പി വെക്കാം, ജാക്കറ്റ് ഇടാം. കുച്ചുവിന് ഈ തണുപ്പിൻ്റെ പ്രശ്നമില്ലാത്ത കാരണം അവൻ ജാക്കറ്റ് ഇടുന്നില്ല. വാ കുച്ചു, ഇങ്ങോട്ട് വാ. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്നാണ് ബീം പറഞ്ഞത് നോക്കിയിട്ട്. അപ്പം ഞങ്ങളിപ്പം കാർ പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു മൈൽ നടന്നു കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. This lake is like a lake. Is there any fish? Let us see. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ഈ ലേക്ക് സൈഡ് വ്യൂവിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഈ ലേക്കിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് ശാന്തമായിട്ട് ഇരിക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് ശാന്തത ആവശ്യമുണ്ട്. Who selected this place? What place? This state park. Me. You? Yeah. എങ്കിൽ ഇത് ഏതാ സ്റ്റേറ്റ് പാർക്കിന്റെ പേര് പറ. Which is this state park? പറ. Okay. ഇങ്ങോട്ട് നോക്കി പറ. Quakertown Park. Wow. Okay. എത്ര സമയമുണ്ട് നടക്കാൻ? 6 minutes. Okay. Well, actually, കുച്ചി ഫ്രണ്ട് വേടാ. കം ഫ്രണ്ട് നടക്കെങ്കിലല്ലേ വഴി കാണത്തുള്ളൂ. ഓടി അപ്പടെ ഫ്രണ്ടിൽ പോ. ആ കുച്ചു, ഈ ടേൺ കഴിഞ്ഞാൽ വാട്ടർഫോൾ ആണോ? ഉടനെ തന്നെ നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് എത്തുമെന്നാണ് കുച്ചു പറയുന്നത്. കുച്ചു ഓടി അങ്ങ് പോയിട്ടുണ്ട്. വാ, അങ്ങനെ നമ്മളൊരു കവലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കവലയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലാണ് നമ്മുടെ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് എത്തുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ തപ്പി വന്ന വാട്ടർഫോൾ ഇതാണ്. എന്തായാലും വാട്ടർഫോൾ എവിടെയെന്ന് നമ്മളിങ്ങനെ തിരഞ്ഞു നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ദേണ്ട് പോകുന്നു. ആ മനുഷ്യൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ വാട്ടർഫോളൊക്കെ ഡ്രൈഡപ്പായി പോയി. അപ്പം സാധാരണ ഇതുവഴി ഇങ്ങനെ കുത്തി ഒഴുകാറുണ്ട്. സോ എവറിത്തിങ് ഈസ് ഡ്രൈഡപ്പ് റൈറ്റ് നൗ. എനിവേ, നമ്മളിവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ മൗണ്ടൻ്റെ മുകളിലോട്ടൊന്ന് നടന്ന് പോവാം. ഡു യു ഗൈസ് റിയലി ലൈക്ക് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ എല്ലാ ആഴ്ചയും ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പോകാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഇൻക്ലൂഡ് യു ഓൾസോ. വെറുതെ ഒരു രസമല്ലേ നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ കണ്ട് ചോദിച്ചു പോവാം. ഓക്കെ, ഐ ലൈക്ക് ദിസ് പ്ലേസ്. ഞാൻ നിങ്ങളെ കാണിച്ചു. കുച്ചു അവിടെ ചാടി കിടക്കുന്നുണ്ട്. കുച്ചു സോ അഡ്വഞ്ചറസ് ഫോർ യു കുച്ചു. സോ അഡ്വഞ്ചറസ് എന്നാണ് കുച്ചു പറയുന്നത്. കുറച്ചൊരു അഡ്വഞ്ചറസ് ആണ്. പിന്നെ എനിക്കൊരു കമ്പ് തന്നിട്ടുണ്ട് കേട്ടോ. കുച്ചു, യുവർ സ്റ്റിക്ക് ഈസ് സോ ഹെൽപ്ഫുൾ ഫോർ അമ്മ. ഓക്കെ, യുവർ സ്റ്റിക്ക് ഈസ് സോ ഹെൽപ്ഫുൾ ഫോർ മീ. താങ്ക് യു ഫോർ യുവർ സ്റ്റിക്ക് മാൻ. ഞാണ്ടാ കുച്ചു തന്ന ഈ കമ്പ് കുത്തി ഈ പ്രായമായ ഞാനിങ്ങനെ നടക്കുന്നു ഗൈസ്. അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. നോക്ക്, ഇതൊരു കൊടും വനമാണ്. കൊടും വനത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു കൊടും വനത്തിൽ പോയാൽ നമുക്ക് വലിയ 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 മൃഗങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടുത്തെ കാട്ടിലൊന്നും അങ്ങനെ
ഭയങ്കരന്മാരായ മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. വല്ല കുഞ്ഞു മാനോ പിന്നെ റാബിറ്റ് അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളൂ. നോട്ട് ദാറ്റ് ഡേഞ്ചറസ് വൈൽഡ് ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് പ്ലേസസ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെയാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നാണ്. ലെറ്റ് us ക്രോസ് ദിസ്. നമുക്ക് ഈ അരുവി ക്രോസ് ചെയ്താലോ? കുച്ചു അപ്പം എടുക്കും. നമുക്ക് അരുവി ക്രോസ് ചെയ്യാം. നമ്മളിങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുച്ചു ഇവിടെ സ്റ്റക്കാണ്. നോ കുച്ചു ഇസ് നോട്ട് സ്റ്റക്ക്. നമ്മളപ്പോൾ ഈ എന്താ കുച്ചു അപ്പം കൈ പിടിക്കും. ഇതുണ്ട് അരുവി ഇങ്ങനെ വരുവാണ്. കുച്ചു അരി ഓക്കെ ഓക്കെ ലോഡ് ഓഫ് വാട്ടർ. കുച്ചുവിനെ ആരും ഹെൽപ്പ് ചെയ്യേണ്ട, കുച്ചു തന്നെ പൊക്കോളാം എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ ഗൈസ്, അപ്പോൾ നമുക്ക് പതുക്കെ പോവാം. നമ്മൾ പതുക്കെ നടന്നു പോട്ടെ. കുച്ചു അപ്പം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലേ നിനക്ക്? യു ആർ സോ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇറ്റ് വാസ് സോ ഈസി. ഹൗ വാസ് ഇറ്റ് ബ്രോ? അപ്പോൾ നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് ഗൈസ്. നമ്മൾ ഇത്രയ്ക്ക് സോ പ്രഷ്യസ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു അടിപൊളി സ്റ്റേറ്റ് പാർക്കിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, എന്ത് ഭംഗിയല്ലേ. വീണ, ഇത്ര അഡ്വഞ്ചറസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നോ കമൻസ്. വിവിനങ്ങ് ദൂരെയാണ്. എനിക്ക് പിന്നെ ഈ കുറച്ച് ചെടിപ്രാന്തിൻ്റെ അസുഖമുള്ളതുകൊണ്ടേ ഇങ്ങനെ ഫേൺസൊക്കെ കാണുമ്പം കുറച്ച് ഫേൺസൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോയാലൊന്ന്. പണ്ടൊക്കെ ഞാനിങ്ങനെ നാട്ടൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പോകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഈ ഫേണൊക്കെ കാണുവാണെങ്കിൽ പറിച്ചെടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇവിടെ ഞാനൊരു റിസ്ക് എടുക്കുന്നില്ല. ഇവിടെ ഇതൊന്നും അങ്ങനെ അലൗഡൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ. പക്ഷേ ഇത് നോക്കൂ ഗൈസ്, നല്ല കുറേ മഞ്ചാടിക്കുരു പോലത്തെ കുറേ ചുമന്ന സീഡ്സ്. ഇവിടെയൊക്കെ എന്തോരം സ്ഥലങ്ങളാണല്ലോ ഇങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നത്. എന്തോരം സ്ഥലങ്ങളാണ്, ഏക്കേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഏക്കേഴ്സ്. അത്രയ്ക്ക് സ്ഥലങ്ങളാണല്ലോ ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്കാളിലും ആൾക്കാർ താമസിക്കാത്ത സ്ഥലങ്ങളാണല്ലോ കൂടുതലും. ഞങ്ങൾ കഴിഞ്ഞ തവണ ടൂർ പോയ മൊണ്ടാനയൊക്കെ പോയല്ലോ, അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഫുള്ളും ഇങ്ങനെ ഓപ്പൺ ലാൻഡ് ലൈക്ക്. അവിടെയൊക്കെ കൂടുതൽ അങ്ങോട്ട് ആ സൈഡിലോട്ട് വയോമിങ് ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഫുൾ റാഞ്ചസ് ആണ്. ആരും മടങ്ങി വീണയാണ് ഗൈസ്. അയ്യോ ഇറ്റ് വാസ് സോ ഐ ആം ഗുഡ് ഗൈസ്. ഇറ്റ് വാസ് സോ സഡൻ. ചെറുതായിട്ടൊന്ന് കാലം മടങ്ങി അവിടെ നിന്ന് വീണു, ഒന്നും പറ്റിയില്ല. ആൻഡ് മൈ സൺ വാസ് ലാഫിങ്. ഇറ്റ്സ് ഓക്കെ. ചെറുതായിട്ട് അവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. എങ്ങനെ എവിടെ നടക്കാൻ പോയാലും ഒരു വീഴ്ച എനിക്ക് അത് ഉറപ്പാണ്. മിനിമം ഒരു വീഴ്ച അത് നടന്നിരിക്കും. ഇവർ രണ്ടും അത് കെയർ ചെയ്യാറില്ല. ദേ നോ ദാറ്റ്. അയ്യോ, നമ്മളിതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്ത് മുന്നോട്ട് പോകണം. പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കും നമുക്ക് നമ്മളെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ 3 പേരും വേറെ ആരും ഇവിടെ ഒന്നും കാണത്തില്ല. എനിവേ ഗൈസ്, ഇന്ന് രാവിലെ തൊട്ട് ചിക്കൻ ബിരിയാണി കഴിച്ച് എനിക്ക് കുറച്ച് നടത്തം അത്യാവശ്യമാണ്. കുറേ കാലറി ഞാൻ അടിച്ച് കയറ്റിയിട്ടുണ്ട്. സോ ഐ ഹാവ് ടു ബേൺ ഔട്ട് ഓൾ മൈ എക്സ്ട്രാ കാലറീസ്. സോ വി ഹാവ് ടു വാക്ക് എ ലോട്ട്. ഞാനിങ്ങനെ ഒത്തിരി ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോഴേ ഞാൻ ആലോചിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഐ ലൈക്ക് ദിസ് പ്ലേസ് എ ലോട്ട്. ഐ ലവ് ദിസ് കൺട്രി എ ലോട്ട്. പക്ഷേ ആസ് ഫാർ അസ് ഓർ ആസ് ലോങ് ആസ് എൻ്റെ പേരൻസും എൻ്റെ അടുത്ത ബന്ധുക്കളൊന്നും ഇവിടെ ഇല്ലാത്തിടത്തോളം കാലം ഐ എം നോട്ട് ഏബിൾ ടു ലവ് ദിസ് കൺട്രി വിത്ത് ഓൾ മൈ ഹാർട്ട്. ദാറ്റ്സ് എ പ്രോബ്ലം. ബട്ട് ദിസ് കൺട്രി ആൻഡ് ദീസ് പ്ലേസസ് ആർ സോ ഗുഡ്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണിത്. ഐ മീൻ all throughout USA you can see lot of beautiful places and I feel I am blessed to see all these places. I am grateful. So guys, ഏകദേശം 3/4 മണിക്കൂറോളം നമ്മൾ ഈ വനത്തിൽ കൂടെ നടന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഈ നടത്തം നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഞാൻ നടക്കാൻ പോവുകയാണ്, നമുക്ക് ട്രെയിലിൽ കൂടെ നടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നിങ്ങളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങളെ വഴിക്കിട്ടിട്ട് പോയില്ലേ.
വഴിക്കിട്ടിട്ട് പോയില്ലേ. അപ്പം ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചായിരുന്നു. എനിക്ക് മലയാളം അങ്ങ് അപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു ഇന്ന് ഞാൻ നടക്കാൻ പോകുമ്പം എന്തായാലും നിങ്ങളെയും കൂടെ കൂട്ടണമെന്ന്. സോറി ഫോർ ലോട്ട് ഓഫ് ബള. എനിവേ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ സീനറിയും കൂടെ കാണിച്ചിട്ട് ഞാനിവിടെ നിർത്താൻ പോവാണ്. ആൻഡ് ദിസ് വാസ് മൈ സ്റ്റിക്ക്, മൈ കുച്ചുപ്പി ഗെയിമി. നമുക്ക് ഞാൻ ആ ബ്യൂട്ടിഫുൾ സീനറി. ദീസ് ആർ ദ 2 beautiful people in my life, and this is the beautiful lake that we explored today. So I will see you all with another video. Tata, bye bye, you all take care.